വളരെ കുറച്ച് എണ്ണയിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോവല്ലേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സവാള ഞാനിവിടെ നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഇപ്പം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ഹൈ ഫ്ലെയിമിൽ തന്നെ നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ചേർത്ത് കൊടുത്തിരിക്കുന്ന ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറി ആ ഒരു സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആകും. ആ ഒരു സമയം വരെ മാത്രമാണ് വഴറ്റിയെടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഒരു മീഡിയം വലുപ്പത്തിലുള്ള ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു മീഡിയം വലുപ്പത്തിലുള്ള ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു ചെറിയ കഷ്ണം ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞതുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. എല്ലാ വെജിറ്റബിൾസും ഞാൻ നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്താൽ മതി. ഇത് തന്നെ ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഇതിലേക്ക് എരിവിന് പാകത്തിന് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ മാഗിയുടെ ചിക്കൻ ക്യൂബാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്, ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ. ആ ഒരു ചിക്കൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഞാനിതിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ആ ഒരു നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ചിക്കൻ ക്യൂബിൽ ഒരല്പം ഉപ്പ് കാണും. അത് മനസ്സിൽ കണ്ടിട്ടാണ് ബാക്കിയുള്ളത് ചേർത്തിട്ടിരിക്കുന്നത്. നിങ്ങൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ലപോലെ തന്നെ ഒന്ന് ഹൈ ഫ്ലെയിമിലാണ് ഇതൊന്ന് വഴറ്റിയെടുക്കുന്നത്. ആ ഒരു ചേർത്ത് കൊടുത്തിരിക്കുന്ന പച്ചക്കറിയുടെയൊക്കെ ആ ഒരു വെള്ളപ്പറ്റ് മാറി ഒന്ന് ഡ്രൈ ആയി വന്നാൽ മാത്രം മതി. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 3 മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചിരിക്കുന്നത്. ഈ ഒരു മുട്ട നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങനെ പതപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതിയാകും. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ്. 200 ml പാലാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പലഹാരം ഞാനിപ്പോൾ മൊത്തത്തിലും പാലിലാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പാലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ചേർത്തിട്ട് വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. പാലാകുമ്പോൾ രുചി ഒന്നും കൂടെ കൂടും. എല്ലാം കൂടെ നന്നായിട്ട് ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. ഞാനിവിടെ 200 ഗ്രാം ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. കപ്പളവിൽ പറയുകയാണെങ്കിൽ ഏകദേശം 1.5 കപ്പിൻ്റെ അടുത്ത് വരും. 200 ഗ്രാമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് മുഴുവനായിട്ടും തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടകളില്ലാതെ നല്ല പോലെ തന്നെ ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. വേറെ പാലോ അല്ലെങ്കിൽ വെള്ളമോ ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ചേർത്ത് കൊടുത്തിരിക്കുന്നത് മാത്രമേ ആവശ്യമുള്ളൂ. എക്സ്ട്രാ ആയിട്ടൊന്നും വേണ്ടി വരില്ല. ഒട്ടും കട്ടകളില്ലാതെ നന്നായിട്ട് തന്നെ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചയായിട്ടുള്ള 4 ചെറിയ ഉരുളക്കിഴങ്ങാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. തൊലിയൊക്കെ കളഞ്ഞ് നല്ല ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ വെള്ളത്തിലേക്ക് ഗ്രേറ്റ് ചെയ്തിടാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിനുശേഷം 2-3 പ്രാവശ്യം നല്ല പോലെ തന്നെ കഴുകിയെടുത്ത് വെള്ളമൊക്കെ നല്ലപോലെ മാറ്റിയെടുത്തിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഗ്രാമിൽ പറയുകയാണെങ്കിൽ ഏകദേശം 200 ഗ്രാമോളം ഉരുളക്കിഴങ്ങ് ഞാനിവിടെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പച്ചക്കറിയുടെ മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. മുഴുവനായിട്ടും തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് പാകത്തിന് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏകദേശം 3/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു വെജിറ്റബിൾസിലും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ച് മാത്രം ചേർത്താൽ മതി. ഇതൊരല്പം സ്പൈസിയായ രീതിയിലാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് സ്പൈസിനെസ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ബാറ്ററിൽ ഉപ്പൊന്ന് ചെക്ക് ചെയ്തോളൂ. ഉപ്പ് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം.
ചേർത്ത് കൊടുത്തിരിക്കുന്ന ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിക്ക് നല്ല പോലെ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മളുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പം തന്നെ ഇത് പാകം ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളുടെ കൂട്ടുണ്ടാകുക. ഇനി ഇത് റെഡിയാക്കാനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു വലിയ പാനാണ് എടുത്തിരിക്കുന്നത്. പാനിലേക്ക് ബട്ടറാണ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ഞാനിവിടെ മുഴുവനായിട്ടും തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് ചെറിയ ചെറിയ അപ്പങ്ങളായിട്ട് വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ മുഴുവനായിട്ട് ഒന്നിച്ചാണ് തയ്യാറാക്കിയെടുക്കുന്നത്. 1-2 പ്രാവശ്യം നല്ലപോലെ ടാപ്പ് ചെയ്തെടുത്തതിന് ശേഷം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന മൂടിയിൽ ഇതുപോലെ ഹോളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതുപോലെ ചെറിയൊരു ഗ്രാമ്പ് വെച്ചിട്ടാണ് അടച്ചു കൊടുക്കുന്നത്. ആ ഒരു എയർ പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇത് പാകം ചെയ്തെടുക്കേണ്ടത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനിവിടെ 25 മിനിറ്റോളം നല്ല പോലെ തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് അടിഭാഗം നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് അനക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇത് ഡയറക്റ്റായിട്ട് തവി ഉപയോഗിച്ച് മറച്ചിട്ട് കൊടുക്കൽ ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതുപോലെ ഒരു പാത്രം വെച്ച് അതിലേക്കാണ് ഞാനിപ്പോൾ മറച്ചിട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം വീണ്ടും ഒന്ന് ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ട് ആ ഒരു പാത്രത്തിലേക്ക് തന്നെ ഇതൊന്ന് മാറ്റിയെടുക്കാം. സൂക്ഷിച്ചൊന്ന് ചെയ്തെടുത്താൽ മതി. ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ഭാഗം കൂടെ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആയിട്ട് വരണം. ഇത് ഓൾറെഡി നന്നായിട്ട് കുക്കായിട്ട് വന്നതാണ്. ആ ഒരു മുകൾ ഭാഗം കൂടെ ഒന്ന് ക്രിസ്പിയാക്കി എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏകദേശം 5 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. ടോട്ടൽ കുക്കിംഗ് ടൈം ഇതിന് 30 മിനിറ്റാണ് എനിക്ക് ആവശ്യമായിട്ട് വന്നത്. അത് ഇതുപോലെ വലിയ രീതിക്ക് ഉണ്ടാക്കിയത് കൊണ്ടാണ് 30 മിനിറ്റ് ആവശ്യമായിട്ട് വന്നത്. നിങ്ങൾക്ക് ചെറുതായിട്ട് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതുപോലെ ഒരു ടൂത്ത് പിക്കോ സ്ക്യൂറോ ഉപയോഗിച്ച് കുത്തി നോക്കുക. നീറ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അഥവാ പറ്റിപ്പിടിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ടൈം വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല എരിവുള്ള കേക്ക് എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാവുന്നതാണ്. ശരിക്കും കേക്ക് കഴിക്കുന്ന പോലെ തന്നെയാണ് ഇത് ഉണ്ടാകുക. ആ ഒരു ഉരുളക്കിഴങ്ങും പച്ചക്കറിയും ഒക്കെ വന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. നിങ്ങൾക്കിത് കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇത് കിട്ടിയിരിക്കുന്നത്. ഇത് ശരിക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ കഴിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നിങ്ങൾക്കിതുപോലെ മുഴുവനായിട്ടും തന്നെ തയ്യാറാക്കിയെടുക്കണമെന്നില്ല. ചെറിയ ചെറിയ അപ്പങ്ങളായിട്ടും തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ പച്ചക്കറി മാത്രം ചേർത്തിട്ടാണ് ഇത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അതിലേക്ക് ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ രുചി ഒന്നും കൂടെ കൂടും. നോമ്പ് സമയത്തൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റിയതാണ്. അതുപോലെ തന്നെ വളരെ കുറച്ച് എണ്ണ മാത്രമേ നമ്മൾ ഇതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ. വളരെ ഹെൽത്തി ആയിട്ടാണ് ഈ ഒരു പലഹാരം ഇരിക്കുക. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.